മന്തിയും കഴിച്ച് അകത്തോട്ട് പോയ ആള് വരുന്നുണ്ട്. മന്തിയും കഴിച്ച് അകത്തോട്ട് തിരിച്ചു വന്ന വെള്ളമായിട്ട്. ഇറങ്ങിയൊന്നുമില്ല. ഫുൾ അതന്നെ പറഞ്ഞു പറഞ്ഞാൽ വീട് വരെ വെള്ളം കയറുന്നതിന്റെ അന്ന് ഞങ്ങളങ്ങ് വീട് വെക്കും. പിറ്റേ ദിവസം ഞങ്ങൾ പൊളിച്ച് ഇതിനകത്ത് തന്നെ താമസിക്കും. അറിയാല് വെള്ളം കാലൊക്കെ പൊക്കി വെച്ച് അവിടെ എവിടെയൊക്കെ ഇരിക്കുക. ആ ആ കാല് പൊക്കി വെക്കാൻ കാല് പൊക്കി വെക്കാതെ വേറെ മാർഗമൊന്നും ഇല്ല. നാളെ രാവിലെ വീട് പൊളിക്കുക തീരുമാനായി. പൊളിക്കുന്നോ? അയൽക്കുട്ടിമ്മയോട് ഉണ്ടല്ലോ പൊളിക്കാനായിട്ട് കൂട്. അമ്മ ആ മൂലേന്ന് ഓരോ മൂലേന്ന് വിളിച്ചാൽ മതി. എനിക്കൊരു അച്ഛനായിട്ടൊരു വീട് വെച്ചു. വീട് വെച്ച് കഴിഞ്ഞാൽ പരിപാടി രണ്ടാമത്തെ വീട് വെച്ച് ഞങ്ങള്. അല്ല അറിഞ്ഞോ? ആണെങ്കിൽ ഇങ്ങോട്ട് വന്ന് വെച്ചോ. ആൾക്കാരെ വീട് വെക്കാനോ? നമ്മളെ ഒരുപാട് മീഡിയയിൽ ചോദിച്ചു നമുക്ക് വീടൊന്നും മാറിക്കൂടാ. പക്ഷെ നമുക്ക് വീട് കിട്ടാത്ത പോട്ടാണ്. അതോടെങ്കിലൊന്നും ഒരു വീടൊന്നും കിട്ടത്തില്ല. ഉള്ളവരെല്ലാം ഹോം സ്റ്റേയും ഭയങ്കര വാടക. ഇപ്പൊ ഒരെണ്ണം വിളിച്ചു ചോദിച്ചു 5000 രൂപ വാടക. വിളിച്ചു ചോദിക്കുക. അത് മാത്രമല്ല 5000 പറഞ്ഞാലേ സൗകര്യം കൂടെ വേണം. അതാണ് ഉള്ളിൽ പോണ. നമ്മൾ ആ ചിങ്കാരപ്പള്ളി പോകുന്ന വഴിക്കല്ലേ? 5000 രൂപ നമുക്ക് അങ്ങനെ ഒപ്പിച്ചു കൊടുക്കാൻ വേണം. ഒരു ഓട്ടോയുടെ സഹായം 1 കിലോമീറ്റർ കൂടുതൽ പോകേണ്ടി വരും. അതിപ്പോ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരും. പണ്ട് ഇവിടെ വണ്ടി വരുമായിരുന്നോ? കിലോമീറ്ററിൽ നടന്നു വേണം വണ്ടി പോയി. ഇവിടെ അതാണ് ശിങ്കാരപ്പള്ളി ആത്താ. ഞാൻ പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാന്. അല്ല നമ്മുടെ കണ്ടത്തില് മീനും അതൊക്കെ കിടക്കുന്നു. ഇടിച്ചു പൊളിക്കുകയാണെങ്കിൽ അടിച്ചിടാൻ വരുന്ന എന്തിനാണ്? അല്ല ഞാനതാ പറഞ്ഞേ, ഇടിച്ചു പൊളിക്കാന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ അറിയോ? പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് സങ്കടപ്പെട്ട് കാര്യമില്ല. എന്താ വെച്ചാ ഇതിനകത്ത് ഇങ്ങനെ വെള്ളം കോരി എന്നും അടിച്ച് അലക്കി കഴുകി വെള്ളം കോരി കളഞ്ഞ എന്ത് പാടാ. ആള് താമസിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കുഴപ്പമില്ലാണ്ട്. നമ്മളിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നശിച്ചു വെള്ളം കിടന്ന്. അല്ല ഇതിപ്പോ ഇനിയിപ്പോ ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഭാവിയിൽ ഈ വെള്ളമൊക്കെ വരുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി എന്തായാലും വെള്ളം കൂടി കൂടി വരുത്തല്ലോ ഉള്ളൂ. ഒരു ദിവസം ഇല്ലെന്നുണ്ടെങ്കിൽ വീട് നശിക്കും. അവരാണ് തോന്നേ ആ ഉപ്പുവെള്ളം കയറുന്ന സമയത്തേ നമ്മുടെ അപ്പുറത്തേ നമ്മളെ ഈ പടിഞ്ഞാറ് വശമില്ലേ, പടിഞ്ഞാറ് വശമൊക്കെ ഒരുപാട് പേര് താമസിച്ചത്. നമ്മുടെ തൊട്ട് ബാക്കിൽ ഒരു വീടുണ്ടല്ലോ, അവരൊക്കെ അവിടെ താമസിച്ച് വിട്ടിട്ട് പോയെന്ന് അറിയോ? വെള്ളം കയറി പ്രശ്നം വന്നപ്പോ എന്തോ അവര് കളഞ്ഞിട്ടങ്ങ് പോയി. സ്ഥലവും വേണ്ട, അവിടെ എത്ര 40 സെന്റ് ഭൂമിയുണ്ട്. നമ്മുടെ ബാക്കിൽ 2 വീടിന് 40 സെന്റ് വസ്തുണ്ട്. ആ വസ്തു അവര് കളഞ്ഞിട്ടങ്ങ് പോയി. വേറൊന്നും ചെയ്യാൻ വഴിയും ഇല്ല. ഈസ്റ്റ് പിന്നെ വെസ്റ്റ് ഉണ്ട്. ആ വെസ്റ്റിന് പകുതി സ്ഥലത്തെ ആളുള്ളു, പകുതി സ്ഥലത്ത് ആളില്ല. അതൊരു 10-20 വീടുകൾ ഉണ്ടായിരുന്നു. വീടുകൾ അവിടെ കളഞ്ഞിട്ട് അവര് പോയത്. ഞാനേ അപ്പുറത്ത് അവരും കളഞ്ഞിട്ട് പോയിട്ടാ. അതിനെന്താണ് ഒരു ഇത്ര വർഷങ്ങൾ കഴിയുമ്പോ ഇവിടെ ആരും ഇല്ലാണ്ടാവും. ഇവിടെ റോഡും ഇതെല്ലാം വന്നോണ്ട് ഇനിയിപ്പോ നമ്മുടെ ഈ ഏരിയയില് നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഈ ഒരു ബുദ്ധിമുട്ട്. ഇതൊക്കെ ഉള്ളവരെല്ലാം വീട് വേറെ വെക്കുക ചെയ്ത്. വെള്ളത്തിലല്ല വീട് ഈ ഒരു ഏരിയ ഇങ്ങനെ പോകുന്ന ഈ ഭാഗം തന്നെ കുറെ ഫ്രണ്ടിലോട്ട് കൂടി നമ്മുടെ ഈ ചത്ത് സ്ഥലമാണ്. അപ്പുറം ഇപ്പുറമൊക്കെ അതിന്റെ ഒക്കെ വീട് ഇതിന്റെ ഭാഗമില്ലയോ, അവിടെയൊക്കെ മണല് ഉറച്ച സ്ഥലമാണ്. ഇതിന് വടക്കോട്ടും അതെയാണ് കുറെ നല്ല ഉറപ്പുള്ള സ്ഥലം. അഖിലിന്റെ വീട് വെക്കുന്ന വെള്ളത്തിലാ. ഈ കടയില്ലേ, ആ കടയ്ക്കുന്ന സ്ഥലമില്ല. അത് നമ്മളിവിടെ നമ്മൾ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങുന്ന വലിയൊരു കുളമായിരുന്നു.
ഒരുപാട് എന്നാലും ഒരു കരിമീനൊക്കെ. കൊക്കി വെച്ചില്ല. ഇത്രയും വെക്കണം അതെ. ഇതൊരു വീടുണ്ടല്ലോ. ഒരു 2 കിലോ ഇല്ലേ അത് പിരീഡോ പൊങ്ങിയിരിക്കും അവിടെ കോടച്ചിരി. നാടിന് അത് മറ്റേ ഈ പടിയാറത്ത് ഞാൻ പറഞ്ഞില്ലയോ അവിടെ ഒരു 10-20 വീടുകളുണ്ടായിരുന്നു. അവരെല്ലാം വീട് വസ്തു അവിടെ കളഞ്ഞിട്ട് പിന്നെ അവർ ആ ഏരിയയിലേക്ക് കയറിയിട്ടില്ല. അത് വിൽക്കണമെന്നോ അല്ലെ അങ്ങനെ വസ്തു ആണെന്ന് പറഞ്ഞ പോലെ കയറണം. കാരണം അവർ അത്ര അനുഭവിച്ചു അവിടെ കിടക്കുന്നത്. പുറമ്പോക്ക് ഭൂമി പോലെ കിടക്കും അല്ലേ? അത് ഈ ഇവര് കൊറേ മേടിച്ച് പട്ടയുണ്ട്. പക്ഷെ അതറിയോ അത് ഈ ഇവര് മേടിച്ച് ബെൽഫാമാര് മേടിച്ച് കൊറേ വസ്തു. സെന്റിന് തുച്ഛമായ പൈസക്കേ നന്നായിട്ട് പണിയാന്നൊക്കെ ഉണ്ട്. പൈസ ഉണ്ടെങ്കിൽ മേടിച്ചില്ല. കഴിഞ്ഞാല് കാശുള്ള ടൂറിസ്റ്റ് ആയതുകൊണ്ട് നല്ല കാശ് നല്ല പൈസയൊന്നും കിട്ടാറില്ല. ആകെ പനയ ഇപ്പൊ 5000 രൂപ കണ്ട സെന്റിന് മേടിച്ചത് ആൾക്കാര്. ഓ അല്ല ഇത് വെള്ളം കയറി കിടക്കുമല്ലേ ഇത് പണി. ശരിയാ. മണ്ണ് കൊണ്ടുവരാനോ ഇടാനൊന്നുള്ള അത്ര ഇതൊന്നും ഇല്ലല്ലോ. വണ്ടി ഒന്നും അത് തന്നെ. അന്ന് ഈ താമസിക്കുന്ന സമയത്തുണ്ടല്ലോ അതില് മുറ്റമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈഡില് പണ്ട് താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറത്തൊന്നുമില്ലായിരുന്നു. ആ സ്ഥലങ്ങളൊക്കെ നമ്മളെപ്പോഴും പോകുന്ന നമ്മുടെ കേറിയാല് മുറ്റമുണ്ട്, വഴിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ താമസം മാറി പോയപ്പോ ഇത് 2 വീടുകളെ. കാരണം വെള്ളം കയറി അവിടെ ഇവിടെ നമ്മുടെ വസ്തു പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വീട് പണ്ട് വെച്ചത് കൊണ്ട് നമ്മൾ അത്രയും കുറച്ചുകൂടെ നമ്മുടെ ഈ റോഡ് പെട്ടെന്ന് പൊങ്ങി വന്നു. ഈ കുറച്ചുകൂടെ പൊങ്ങും റോഡ്. വീടും മേളിൽ നിന്ന് റോഡ് താഴെ വരുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു ഇന്നാളെ ഞാൻ പറഞ്ഞു ഇപ്പൊ കാര്യം താഴ്ത്തി അതാ കാല് പെട്ടത്തോട്ടിരുന്നിട്ടിരുന്നില്ലയോ? അത് തന്നെ. അവിടെ അച്ചാച്ചൻ മരിച്ചപ്പോ പറഞ്ഞു പോയതല്ലേ. ഇപ്പൊ എത്ര മാസമായി? 6 മാസമായി കാണും. 6 മാസം. അതാ ഞാൻ പറഞ്ഞു അന്ന് ഈ കാര്യം മുറ്റത്തേക്ക് ഇട്ടിരിക്കുന്ന ഇത് ഇപ്പൊ നോക്കി വീടിന്റെ മുറ്റത്ത് കിടന്നുറങ്ങായിരുന്നു. വാഴയിലെ മുറ്റത്തെ തൊട്ടപ്പുറത്ത് അവിടെ വീട് കാണാനില്ല. വീടുണ്ട്, ആ വീട് അതുപോലെ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ആ മുറ്റത്ത് കിടന്നുറങ്ങായിരുന്നു. മണലൊക്കെ കിടന്നു പണ്ട്. ഇപ്പൊ ആ മുറ്റത്ത് ഇപ്പൊ അവിടെ കേറാൻ പോരാ. അവരെ വസ്തുവും ഇല്ല, മുറ്റവും ഇല്ല, വീട് മാത്രം. ഈ പ്രേതാലയം പോലെ അതിനകത്ത് കിടക്കും. പണ്ട് ഇവിടെ ഇനി എത്ര ഏറ്റമായി വെള്ളം ഏറ്റം കയറിയാലുണ്ടല്ലോ നമ്മുടെ മുറ്റത്തോട്ടിറങ്ങി നമ്മുടെ പടിഞ്ഞാറ തോട്ടിനടുത്തൊന്നല്ല ആ കരയ്ക്ക് മുകളിലോട്ട് വെള്ളം മുഖത്തില്ലായിരുന്നു. സുനാമി വന്നതിന് ശേഷം ഈ വെള്ളം കയറാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. സുനാമി വന്നപ്പോഴേ ഈ ഭൂമിക്ക് അടിയിൽ തന്നെ വ്യത്യാസം ഉണ്ടായി. ഈ ഭൂമി ഇതായിട്ട് പിളർന്നിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലേ. അപ്പൊ അവിടൊക്കെ ഗ്യാപ്പ് ഉണ്ടായപ്പോ കുറച്ച് വെള്ളങ്ങളിൽ വ്യത്യാസം ഉണ്ടായി കാണാം. കരയും കടലും ഒത്തിരി വെള്ളമായിരുന്നു. എടാ അന്ന് ഭയങ്കര വെള്ളമായിരുന്നു. അന്ന് ഭയങ്കര വെള്ളമായിരുന്നു. 4 അന്ന് മുറ്റത്ത് കയറത്തില്ല. മുറ്റത്ത് എന്റെ ഓർമ്മയിൽ ഒരു 10-20 വർഷമായി കാണും വെള്ളം മുറ്റത്ത് കയറാൻ തുടങ്ങിയിട്ട്. സുനാമി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എത്ര പഠനത്തിന് എവിടെല്ലാം ആൾക്കാർ വന്ന് യുനെസ്കോ ഇല്ലേ ഈ പൈതൃക പട്ടികയില് യുനെസ്കോ അവിടുന്ന് ആൾക്കാർ വരെ വന്ന് പരിശോധന കാര്യങ്ങളൊക്കെ നടത്തി. വെള്ളം കയറുന്നതാണ് മുറ്റത്ത് വെള്ളം കയറുന്നതാണ്. അത് നമുക്ക് 4 മുറിയുടെ ഒരു വീടാട്ടോ. അതായത് മോളേസിനെ അനീഷ് പെണ്ണാണാൻ വരുന്ന സമയത്തൊന്നും അന്ന് ആ സമയത്തൊന്നും വെള്ളമില്ല. അത് കഴിഞ്ഞ് അനീഷിന്റെ വീട്ടിൽ നിന്ന് അനീഷിന്റെ അമ്മയും അവരെല്ലാരും കൂടി ഇവിടെ വന്നു ഒരു ദിവസം. അന്ന് അവരെ കൊണ്ട് വന്ന് പരിക്കാത്തോട്ട് കയറിയിരുന്നതും അല്ല, വേലിയേറ്റ് കഴിഞ്ഞ് വന്നങ്ങ് കയറിയ മുറ്റത്ത് ഒരിക്കലും കയറിയിട്ടില്ലാത്ത വെള്ളമായിരുന്നു. മുറ്റം മൊത്തം അന്നിന് മണലായിരുന്നു കിടക്കുന്നത്. അച്ഛൻ മണൽ വരെ വന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ മണലുണ്ട്, എല്ലാ വർഷവും കൊണ്ടുവരും. അന്ന് മുറ്റത്ത് മണലായിരുന്നു, സ്വർണ്ണം കണക്ക് കണക്കുന്നു. അപ്പൊ അത് ഇറങ്ങി പോകുമ്പോ അതേപോലെ ഉണ്ട്. എന്നിട്ട് അതിന്റെ പുറത്ത് ഉപ്പ് പിടിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ തുടരെ വെള്ളം കയറാൻ ഡെയിലി അന്നൊന്നും പരിക്കാതെ കയറത്തില്ലായിരുന്നു. അപ്പൊ അന്ന് ആ വീട് അങ്ങ് താണുക, ഇതേപോലെ താണായിരുന്നു. അപ്പൊ അത് ഇടിച്ചു പൊളിച്ചിട്ടാ ഇത് വെച്ചത്. വെച്ചിട്ട് 5 വർഷമായില്ലല്ലോ. 2011 വെച്ചയാ. 10, 11, 15, 20, 10, 16 വർഷം. വെള്ളം കയറി കഴിഞ്ഞാൽ പുരയിടം താണു പോകും. ഞാൻ പറയും ഈ വെള്ളം കയറുമ്പോഴേ ഇത് വെള്ളം ഇങ്ങനെ കയറിയിട്ട് തിരിച്ചിറങ്ങൂലേ. അപ്പൊ ഈ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഈ ഭൂമിയുടെ ഈ
കുറെ മണ്ണിങ്ങനെ വലിച്ചിട്ട് അത് പോണേ. അത് വലിയുമ്പോ ഉണ്ടല്ലോ നമ്മൾ ഈ ഇതുപോലെ ഉറച്ചിരിക്കുന്ന പുരയിടങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് തിരുത്തി കൊടുക്കും. കാരണം ഇവിടെ എല്ലാം ഗ്യാപ്പ് വരും. വെള്ളം തിരിച്ചിറങ്ങുമ്പം കുറെ മണ്ണ് അതുമായിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ഇതിന് ഇരുത്തം വരുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പം 1% മണ്ണ് ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചെടുത്തോണ്ട് പോവുക. ഏറ്റവും ഭംഗിയായിരിക്കും ഉപ്പൊന്നും ആ അതാ ഞാനതാ പറഞ്ഞത്. നമുക്ക് ഇടിച്ചു പൊളിച്ചങ്ങ് ഇടാം. നമ്മൾ ആദ്യം ഇവിടെ പറ്റില്ല ഇവരുടെ കല്യാണം കഴിഞ്ഞ് ക്രിസ്മസിന് വന്ന് നമ്മളങ്ങ് ഇറങ്ങുമ്പോഴത്തേക്കും വെള്ളം അങ്ങ് കയറി കിടക്കണം. അന്നാ അത്ഭുതമാ. ഒരു എന്റർടൈൻമെന്റും ഉണ്ടായിരുന്നു അന്നേ. പക്ഷെ ഇപ്പൊ കാണുമ്പോ നമുക്ക് ഭയങ്കര ആദ്യാ. അവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. അതന്നെ കണ്ടുകണ്ടി ഇപ്പൊ ആദ്യാ. ഇവിടെ എല്ലാരും ഇവിടെ അങ്ങോട്ടെല്ലാം ഇങ്ങനത്തെ വീടുകൾ ഉണ്ടായിരുന്നു. ഇല്ല വടക്കൊക്കെ ഇപ്പൊ നമ്മുടെ വീടുകളാന്ന് തോന്നില്ല ഈ ഒരു ഏരിയയില് ഇങ്ങനെ വെള്ളം കയറുന്നത്. വീടിന്റെ അകത്ത് കയറുന്നത് ഇപ്പൊ കുറച്ചായിട്ടല്ലേ ഉള്ളൂ. അങ്ങനത്തെ ആർക്കുണ്ട്. അമ്പലത്തിന്റെ ബാക്കിന്റെ വീടില്ലേ, അത് വലിയ വീടാ, 2 നില വീടാ. നമ്മളിവിടെ കേബിളാർ വീഡിയോ കണ്ടപ്പോ ആ വീട്ടിലൊക്കെ വെള്ളത്തിലേക്ക് അവര് ഇത്രയും നോക്കുന്നത് മുറ്റം വീടകത്തോട്ട് ഈ വേലിയേറ്റവും മഴയൊക്കെ പെയ്യുമ്പോ അതിനകത്ത് അടിയൂറ്റി ഇറങ്ങും. എന്നിട്ട് അവര് കോരി കളയാക്കും. ഇപ്പം പിന്നെ അവര് കോരത്തില്ല, അവര് ഇങ്ങനെ കട്ട ഏതാണ്ടൊക്കെ പറക്കിയിട്ടേക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. 2-3 മാസത്തേക്ക് ഞങ്ങളെ 3 കൂട്ടിയിരുന്നു അച്ഛൻ ഞങ്ങളെല്ലാവരും കൂടെ. ഇത് എന്നിട്ട് ഭയങ്കര മഴ പെയ്ത് അടുക്കളയിലൊന്നും വെള്ളമില്ല. ഫസ്റ്റിലാ കയറുന്നേന്നേ. ഞങ്ങൾ ഇവിടെ വന്ന് ഇരുന്നപ്പോ കാണാം പയ്യെ കയറി വരുക, കാലങ്ങ് നനഞ്ഞ് നോക്കിയപ്പോ ഇടിച്ച് കയറി വരുന്നു വെള്ളം. ഭയങ്കര അന്ന് ഭയങ്കര അത് കലക്കലും അഴുക്കും എല്ലാം കൂടെ കയറി വരും. നമ്മുടെ ഈ റോഡിൽ ഓടയില്ലേ അങ്ങനെ ഓട വരാനായി. അതന്നെ അങ്ങനെ അവന്മാരങ്ങനെ മെയിൻ റോഡിൽ ഓട വേണ്ടാലോ. ഇവിടെ തോട് കുഴിക്കണം, വെള്ളം എല്ലായിടത്തും പോകാൻ വഴിയുണ്ടല്ലോ, അതുകൊണ്ടാ ഓട വേണ്ടാത്തത്. വേറെ കായലല്ലേ, തോടും ഇതല്ല വെള്ളം ഉള്ളത് അങ്ങ് തോട്ടോട്ട്. അതന്നെ കാനക്ക് പകരമാണ് ഈ തോടുകളുണ്ടല്ലോ, വെള്ളം അതിലേക്ക് അങ്ങ് ഇറങ്ങിയാൽ കായലിൽ ചെന്നോളും. ഇത് കാനയുടെ അല്ല, ഈ ഓടയുടെ ഉപയോഗം എന്താ, ഉദ്ദേശം എന്താ വെച്ചാൽ ഇതിനെ വെള്ളത്തിനെ കടലിൽ എത്തിക്കാന്നുള്ളതാ, അല്ലെ കായലിൽ എത്തിക്കാന്നുള്ളതാ. ഈ തോട്ടിലൂടെ അങ്ങ് പോകുമല്ലോ. അത് അവിടെ ഓടാ കണ്ടപ്പം വെള്ളം കണ്ടില്ല കേട്ടോ, ഓടി കയറി വന്നേ. ഭാഗ്യം മറിഞ്ഞു വീഴായിരുന്നു കേട്ടോ, ഇപ്പൊ തലയടിച്ച് വീഴായിരുന്നു ഭാഗ്യം. എന്തോടാ ഇരുമ്പിപ്പുളി അച്ചാറോ? ഇരുമ്പിപ്പുളി അച്ചാറോ കേട്ടോ വരുന്നേ. വേറെ വല്ല ചിക്കനോ ബീഫൊക്കെ ആയിട്ട് വരാൻ എവിടെ ഇരുമ്പിപ്പുളി അടാ അപ്പൊ ചോറുണ്ടെന്നോ ചെറുമുട്ടിന്ന് അവിടെ എന്തോ വരുന്നത്? ഭയങ്കര സദ്യയായിരുന്നു ശബരിമല പോക്കിൻ്റെത്. അപ്പൊ വീട്ടിൽ കുറെ ആൾക്കാർക്ക് ആരാ പോയേ? കവരലേക്ക് പോയായിരുന്നു. പാല് കുടിച്ചോണ്ടിരിക്കുക വീട്ടിൽ ഇറങ്ങി വെള്ളം ഇറങ്ങി ഇത് കുറവാണ് ഇറങ്ങിയതേ കണക്കാരന് വെള്ളം. ഞാൻ അപ്പുറത്ത് നടന്ന് ഉറങ്ങിയല്ലേ, ഉറക്കത്തിന് എന്റെ താഴെ കഴിച്ച് മറ്റേ സ്റ്റേഡിയം മ്യൂസിക്കകത്ത് ക്യാപ്റ്റൻ രാജു എന്ന് ഇറങ്ങുമ്പോ ചാണാത്തി ചവിട്ടൂലേ, അതുപോലെ ഞാനൊരു 3 മണിക്കൂറിട്ട് തട്ടുപുറത്തിരിക്കുക. ഞാനിവിടെ ഞാൻ എന്നിട്ട് അന്നേരം പോയി ഒന്ന് കഴിച്ച് ആ മസാല താഴെ നിന്ന് വടിച്ചിട്ടേ മസാല വെച്ച് കഴിച്ചോട്ടെ, അടിപൊളി ടേസ്റ്റ്. ഞാൻ നമുക്ക് പോലും എന്റർടൈൻമെന്റ് ഇല്ല, മഴ വെള്ളം കയറി കിടക്കണം. അങ്ങനെ കഴിക്കാതെ നേരത്തെ കഴിച്ചു. രാത്രിത്തേക്ക് ഇല്ല, എനിക്കില്ല ചോറൊക്കെ ഉണ്ട്. ലിജിമോളുടെ വീട് ലിജിമോക്കില്ല, അതിന് രാത്രി അങ്ങനെ കഴിക്കാറില്ലല്ലോ. പഴം കഴിച്ചാൽ നമ്മുടെ ഈ പുളിന്നോ അതിന് കണ്ട പിടിച്ചോ പോയെ
നീ കാണുന്ന അങ്ങനെ 12-ആം മണിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും വല്ലതും കഴിക്കും മൂലയും കയറുന്നവരാ അത് ഇപ്പം വന്നായിരുന്നോ? ദൈവമേ ഇവരാരും അറിഞ്ഞില്ല കേട്ടോ. ആണോ? ഞാൻ തൊടുക്കുന്ന ഉറക്കമായിരുന്നോ? നിങ്ങളെല്ലാം വെള്ളം ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് തള്ളി വിടുന്നത് ഇല്ലേ, അപ്പുറത്തെ വരമ്പിലോട്ട് തള്ളി വിടുന്നത്, ആ വരമ്പിൽ നിന്ന് പാടത്തോട്ട് തള്ളി വിടുന്നത് ഇല്ലേ? കയ്യും കഴിയും. അപ്പൊ എന്തുകൊണ്ട് ഇതൊരു ഇതായിട്ട് എടുത്തൂടാ, Exercise ആയിക്കൂടാ. ഗെയിമായിട്ട്. അതെ. തീർന്നിട്ട് ഞാൻ അവിടുന്ന് കൊണ്ടുവരാം. തീർന്നിട്ട് ഞാൻ അവിടുന്ന് കൊണ്ടുവരാം. ഷിഫ്റ്റടാ. ആ. ഇത്ര ഇരുട്ടത്ത് അതിനകത്ത് വെള്ളം കാണാം. പറയാനാ കഴിയും. നീ ഇത് അവിടെ തൂത്ത് അങ്ങോട്ട് വിടാ, നീ ഇങ്ങോട്ട് വിട്. എന്റെ ദേഹത്തെ കൂലി ഇങ്ങോട്ട് ഞാൻ ചെയ്യാം. ഇവിടെ അങ്ങനല്ല, തിരിച്ചു പിടിക്കേ. അവിടെ വെള്ളം കിടക്കുന്നുണ്ടാണപ്പാ. ആ ദേ, ജോലിയാ. കാറ്റ് മേലേ, കാറ്റ് കീഴേ. നോട്ടാണ്ട് ഇവിടെ എല്ലാം ക്ലിയർ ആയില്ലേ? അടുക്കളയും കൂടെ അല്ലേ ഉള്ളൂ. ഞാൻ അവിടെ ഫുള്ള് പറ്റിച്ച്, ഫുള്ള് കോരി പറ്റിച്ച്. ഞാൻ അടുക്കള ഫുള്ള് പറ്റിച്ച്. ഒരു ഐഡിയ ഞാൻ ചെയ്താലെന്ന് ആലോചിക്കുക. അടുക്കളയിലേ അങ്ങ് വർക്ക് ഏരിയയില് ഈ താഴ്ചയില് താഴോട്ട് നീളത്തിലൊരു കുഴി പിടിച്ചാലോ? അത് ശരിയാ. എന്നിട്ടൊരു മോട്ടർ മേടിച്ചാൽ മതി. അപ്പം ഇതിനകത്ത് വരുന്ന വെള്ളമൊക്കെ കുഴിക്കകത്തൊന്നൊരു മോട്ടർ വെച്ച് അടിച്ചു പറ്റിക്കാം. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കാൻ പറ്റിയൊരു സാധനം ഇട്ടിരുന്നാൽ പോരെ. അന്നേരം ഇങ്ങോട്ട് കേറില്ല. അവിടുന്ന് വെള്ളം കേറില്ല. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് കേറില്ലേ? ഫ്രണ്ടിൽ നിന്ന് കയറുന്നതല്ല, അവിടെ ചെന്നോളൂ. വെള്ളം അങ്ങോട്ട്. ആ അങ്ങനെ രാത്രി പ്ലാൻ ഞാൻ ചുമ്മാ പറഞ്ഞേ. അന്നാലും വെള്ളം അവിടെ കെട്ടിക്കിടക്കില്ല അടിയിൽ വെള്ളമാകുമ്പോ. ആ അത് മോട്ടർ വെച്ച് അടിച്ചോളാൻ. വലിയൊരു ഇത്ര മണ്ണുള്ള പൈപ്പ് മേടിച്ചാ അതെങ്ങനാ വെള്ളം മോളി നിൽക്കുമ്പോ ഇതിനകത്തോട് വെള്ളം പോണേ? അത് പുറത്ത് വെള്ളം നിൽക്കുമല്ലേ വാ, തോട്ടില് വെള്ളം അതിനാ മേളിൽ നിൽക്കുമല്ലേ, അപ്പൊ വെള്ളം അകത്തോട്ട് കയറത്തല്ലേ ഉള്ളു. ചുമ്മാ പറഞ്ഞാ അത് ചെയ്യുന്നില്ല. ഇങ്ങ് വാ. അങ്ങനെ നമ്മുടെ ആ മെഡിക്കൽ സ്റ്റോർ വരെ പോകാം കേട്ടോ. മെഡിക്കൽ സ്റ്റോറിൽ പോകണം. അമ്മയ്ക്ക് ഗുളിക എടുക്കണം, എനിക്ക് ഡയപ്പർ വാങ്ങിക്കണം. ആണോ? ഡയപ്പർ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അമ്മ മേടിക്കാൻ പാ. രണ്ടെണ്ണുണ്ടോ? ആ എന്നാ ഞാൻ ഇപ്പൊ പോയിട്ട് തർക്കിക്കട്ടോ.